മാതാ അമൃതാനന്ദമയെ ആദരിച്ച ചടങ്ങിൽ ചുംബനം നൽകിയതിൽ വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ. ഭക്തനാകാൻ പോയതല്ലെന്നും ഞങ്ങളാരും അവർ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. 25 വർഷം മുൻപ് അവർ UN പോയി മലയാളത്തിൽ പ്രസംഗിച്ചു. വളരെ പിന്നോക്കാവസ്ഥയിൽ നിന്നും വന്നവരാണ്. അവരെ സാംസ്കാരിക വകുപ്പ് ആദരിച്ചു. അവർ ചുംബിച്ചപ്പോൾ എൻ്റെ അമ്മ എന്നെ ചുംബിക്കുന്നത് പോലെയാണ് കണ്ടത്. ഞാൻ അമ്മയ്ക്ക് ഷാളിട്ട് ഉമ്മ നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. മാതാ അമൃതാനന്ദമയുടെ പിറന്നാളാഘോഷത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ആദരിക്കുന്നതിനിടെ മന്ത്രി സജി ചെറിയാൻ ചുംബിച്ചത് ചർച്ചയായതിനു പിന്നാലെ വിശദീകരണവുമായാണ് മന്ത്രി രംഗത്തെത്തിയത്. അമൃതാനന്ദമയി ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ 25ാം വാർഷികത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ആദരമർപ്പിച്ച ശേഷമാണ് മന്ത്രി നെറുകയിൽ ചുംബിച്ചത്. അമ്മയെ ചുംബിച്ചതിൽ എന്താണ് തെറ്റെന്ന് മന്ത്രി ചോദിച്ചു. മാതാ അമൃതാനന്ദമയി ലോകം ആദരിക്കുന്ന അമ്മയാണ്. 25 വർഷം മുമ്പ് അവർ UN പോയി മലയാളത്തിൽ പ്രസംഗിച്ചു. വളരെ പിന്നോക്കാവസ്ഥയിൽ നിന്ന് വന്നവരാണ്. അവരെ സാംസ്കാരിക വകുപ്പ് ആദരിച്ചു. അവർ എന്തു തെറ്റാണ് ചെയ്തത്? ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. അവര് 25 വർഷം മുമ്പ് പ്രതിഭ എന്നോട് പറഞ്ഞ ഞാൻ പറയേണ്ടത്, പക്ഷെ ഞാനിപ്പോൾ ഈ കൂട്ടത്തിൽ പറയും. യുണൈറ്റഡ് നേഷൻസിൽ അവരൊരു പ്രസംഗം നടത്തി മലയാളത്തിൽ. ചെറിയ കാര്യമല്ല, 4ാം ക്ലാസ്സിൽ ഉള്ള വിദ്യാഭ്യാസം. കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ അവര് യുണൈറ്റഡ് നേഷൻസിൽ പോയി 25 വർഷം മുമ്പ് മലയാളത്തിൽ പ്രസംഗിച്ചു. പ്രസംഗം ഞാൻ മുഴുവൻ കേട്ടു. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ശാന്തിയും സമാധാനവും ലോകത്തുണ്ടാകട്ടെ എന്ന് മലയാളത്തിലാണ് പറയുന്നത്. 1000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു മീറ്റിംഗിൽ അവർക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോൾ ആ 25ാമത് വർഷം സാംസ്കാരിക വകുപ്പ് അവരെ ആദരിച്ചു. മാതാ അമൃതാനന്ദമയി എന്ന ഇന്ന് ലോകമറിയപ്പെടുന്ന അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ അമ്മയെ ഇന്നലെ ഞാൻ പോയി സാംസ്കാരിക വകുപ്പിന്റെ ആദരിച്ചു. അമ്മ എല്ലാവരെയും ചുംബിക്കുമല്ലോ, എനിക്കും തന്നു. എൻ്റെ അമ്മ എന്നെ ചുംബിക്കുന്നത് പോലെയാണ് കണ്ടത്. ഞാൻ അമ്മയ്ക്ക് ഷാളിട്ട് ഉമ്മ നൽകി. അത് പലർക്കും സഹിക്കുന്നില്ല. അപ്പൊ അവർക്ക് നല്ല കാര്യങ്ങൾ അവരുടെ ഡിവോട്ടീസിന്റെ സഹായത്തോട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്യാസി ശേഷന്മാരോട് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ആദരിച്ചു. എന്നെ അമ്മ എല്ലാവരെയും ചുംബിക്കുമല്ലോ, ഉമ്മ കൊടുത്തു. എനിക്കൊരു ഉമ്മ തന്നു. എൻ്റെ അമ്മ എനിക്ക് തരുന്ന ഒരു ഉമ്മയുടെ യോഗ്യതയാണ് ഞാനത് കണ്ടത്. അതിനപ്പുറത്തേക്കൊന്നും കണ്ടില്ല. ഞാൻ അമ്മയ്ക്ക് ഷാൾ ഇട്ടിട്ട് ഞാനൊരു ചുംബനം അമ്മയ്ക്ക് കൊടുത്തു. എൻ്റെ അമ്മയുടെ പ്രായമുള്ള എൻ്റെ അമ്മയുടെ സ്ഥാനത്തേക്കുന്ന ഒരു അമ്മയ്ക്ക് ഞാൻ ഉമ്മ കൊടുക്കുന്നുണ്ട്. നാട്ടിൽ പലർക്കും സഹിക്കാൻ പറ്റുന്നില്ല. അതൊന്നും എഴുതി കൂടി. ഭക്തനാകാൻ പോയതല്ല. അവർ ദൈവമാണോ അല്ലയോ എന്നത് എൻ്റെ വിഷയമല്ല. ഞങ്ങളാരും അവർ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഫേസ്ബുക്ക് മുതലാളിമാരെല്ലാം എഴുതിക്കൊണ്ടിരിക്കുക. സജിച്ചെറിയാൻ ഇതിനോടെ പോയി ഇങ്ങനെയുള്ള ദൈവത്തെ കാണാൻ പോയി. ശരി, ഇത് ദൈവമായിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. ദൈവമോ എനിക്കറിയേണ്ട കാര്യമില്ല. എൻ്റെ മുമ്പിലുള്ള വിഷയം എന്താ? ഗവൺമെൻറ് മുമ്പിലുള്ള വിഷയം എന്താ? അവര് 25 വർഷം മുമ്പ് കേരളത്തിൻ്റെ ഭാഷ എടുത്തുകൊണ്ട് ഈ നാടിന് വേണ്ടി പ്രസംഗിച്ചു. അതിനെ അംഗീകരിക്കണം. അതാണ് ഗവൺമെൻറ്. ഞങ്ങളാരും അമൃതാനന്ദമയിയുടെ അവിടെ പോയി ഒരു ആലിംഗനത്തിൽ പെടാൻ പാടില്ല. ബാക്കിയുള്ളവർക്കും പറ്റും. അത് മനസ്സിൽ വെച്ചാൽ മതി. അതുകൊണ്ട് ഞങ്ങളാരും അവരെ ഡിവോട്ട് ചെയ്യാൻ വേണ്ടി പോയല്ല. ഞങ്ങൾ അവിടെ പോയി അവരെ ബഹുമാനിച്ചു, അവരെ ആദരിച്ചു. സാധാരണ അവരുടെ ഡിവോട്ടീസ് ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവർക്കും അവിടെ ജാതി മതമൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. എല്ലാ ആളുകളും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും അവരെല്ലാവരും ആലിംഗനം ചെയ്യും, കെട്ടിപ്പിടിച്ചും വരും. ഒരമ്മയുടെ സ്നേഹം അവർ കൊടുക്കുന്നത് കരുതല. അതിനപ്പുറത്തേക്കൊന്നും കാണേണ്ട കാര്യമില്ല. ന്യൂസ് ബ്യൂറോ, കായംകുളം.